2023 ഹോണ്ട സിറ്റി 5th ജനറേഷൻ്റെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് വരികയാണ്. ഈ ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചധികം മാറ്റങ്ങളുണ്ടെന്ന് മാത്രമല്ല, പുതിയൊരു വേരിയൻറ്റ് SV എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ വേരിയൻറ്റ് കൂടി വന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 1.5 ലിറ്റർ എഞ്ചിനോട് കൂടിയ ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി. അറിയാലോ, CVT ട്രാൻസ്മിഷനുള്ള ഒരു ഓട്ടോമാറ്റിക് കൂടിയുണ്ട്. മാത്രമല്ല ഈ HEV എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് ഉണ്ട ഒരു മോഡൽ കൂടി ഹോണ്ട സിറ്റിക്ക് ഉണ്ട്. അങ്ങനെ പറഞ്ഞ 2 മോഡലുകളാണ് ഹോണ്ട സിറ്റിക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ട്രിമ്മുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ VX, ZX അതുപോലുള്ള മോഡലുകളാണുള്ളത്. അപ്പോൾ പുതിയ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള SV-MT എന്ന് പറയുന്നൊരു പുതിയ വേരിയൻ്റ് കൂടി ഉണ്ട്. 11,49,000 ആരംഭിക്കുന്ന വിലയുള്ള ഈ ഒരു വണ്ടിയുടെ ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ZX സ്ട്രോങ് ഹൈബ്രിഡിന് 20,39,000 രൂപയോളമാണ് ex-showroom പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഹോണ്ട സെൻസ് എന്ന് പറയുന്ന ADAS അടക്കം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഹോണ്ട സിറ്റിക്ക് വന്നിട്ടുണ്ട്. പുതിയ ഒബ്സിഡിയൻ ബ്ലൂ എന്ന കളർ പുതിയതാണ്. ഇപ്പോൾ LED ഹെഡ് ലാംപ്സ്, LED ടൈൽ ലാംപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഹോണ്ട സിറ്റിയുടെ ഒരു പ്രധാന കാര്യമായിട്ട് പറയാം. കൂടാതെ 27.13 കിലോമീറ്ററോളം മൈലേജാണ് ഹൈബ്രിഡിന് പറയുന്നത്. അപ്പോൾ 40 ലിറ്ററോളം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഈ ഒരു വണ്ടിക്ക് 27.13 കിലോമീറ്റർ മൈലേജ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് ഒറ്റ ഫുൾ ടാങ്കിൽ സഞ്ചരിക്കാമെന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ശരിക്കും ബാറ്ററി കൊണ്ടും അതല്ലെങ്കിൽ ജനറേറ്റർ മാത്രമായിട്ടും അല്ലെങ്കിൽ എഞ്ചിൻ പവറെടുത്തും എന്നുള്ള 3 വിധത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു എഞ്ചിൻ കോമ്പിനേഷനാണ് ഈ HEV എന്ന് പറയുന്നത്. അപ്പോൾ ഈ HEV എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈബ്രിഡിനെ കുറിച്ച് നമ്മൾ കൂടുതലും ടൊയോട്ടയുടെ വണ്ടികൾ സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം ഏറെക്കുറെ സെയിം തന്നെയാണ്. ഹോണ്ട സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നല്ല ഭംഗിയുള്ള ഒരു സെഡാനാണ് ഹോണ്ട സിറ്റി. ഒരു പ്രോപ്പർ സെഡാൻ എന്ന് പറയാം. ഈ സെഡാനിൻ്റെ ഒരു റൂമായിട്ടുള്ള ആ ഒരു ഓവർ ഹാങ്, അതുപോലെ വലിയ ആ ഒരു ബോണറ്റും വലിയ ഒരു ബൂട്ടും എല്ലാം ഹോണ്ട സിറ്റിക്ക് ഒരു പ്രോപ്പർ സെഡാനുള്ള ലുക്ക് കൊടുക്കുന്നുണ്ട്. ഭംഗിയുള്ള വീലുകളുണ്ട്. അതുമാത്രമല്ല കണ്ണാടിയിലെ ക്യാമറ, അതായത് റിയർവ്യൂ മിറർ അടക്കമുള്ള ആ ഒരു കാര്യം, റിയർവ്യൂ മിററിലെ ക്യാമറ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഹോണ്ട സിറ്റി ഒരു കാര്യമായിട്ട് പറയാവുന്നതാണ്. അതുമാത്രമല്ല ഹോണ്ട സെൻസിങ് എന്ന് പറയുന്ന ആ ഒരു ADASൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു വലിയ ഫ്രണ്ട് ക്യാമറയും അതുപോലുള്ള സിസ്റ്റങ്ങളും വെച്ചിട്ട് കൊളീഷൻ ഡിറ്റൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോണ്ട സിറ്റിക്ക് ADAS കൂടി കിട്ടി എന്നുള്ളതാണ്. റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം ഉണ്ട്, ലെയിൻ കീപ്പേഴ്സ് സിസ്റ്റം ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ലോ സ്പീഡ് ഫോളോ എന്ന് പറയുന്ന നല്ല കാര്യമായിട്ടുള്ള കാര്യമുണ്ട്. അത് മാത്രമല്ല ഓട്ടോ ഹൈ ബീം എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ഓട്ടോ ഹൈ ബീം എന്ന് പറയുന്ന ലൈറ്റിൻ്റെ ആ ഒരു കാര്യം, ഇൻറ്റൻസിറ്റി, ഹൈ ബീം എന്നുള്ള ഇൻറ്റൻസിറ്റി മറ്റുള്ളവരുടെ കണ്ണിലേക്ക് അടിക്കുന്നത് കുറയ്ക്കുമെന്നുള്ളതാണ്. കൂടാതെ ഇപ്പോൾ നമ്മൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പിലത്തെ കാർ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അതൊരു ഒരു വാണിംഗ് ആയിട്ട് ലഭിക്കുമെന്നുള്ള കാര്യമായിട്ട് പറയാം. അത് മാത്രമല്ല ഹോണ്ട കണക്ട് ആപ്പ് വെച്ചിട്ട് സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം. കൂടാതെ അലക്സ റിമോട്ട് കാപ്പബിലിറ്റി ഉള്ള ഒരു കാർ കൂടിയാണ് പുതിയ ഹോണ്ട സിറ്റി. ഈ ഒരു കാറ്റഗറിയിൽ ലക്ഷറീസ് എന്നൊക്കെ വിളിക്കാവുന്ന പ്ലഷ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഹോണ്ട സിറ്റിയുടെ. ഐവറിയും ബ്ലാക്കും കളർ തീമുകളുണ്ട്, ഡ്യുവൽ ടോൺ കളർ തീമുകളാണ്. അത് മാത്രമല്ല പിൻസീറ്റിലിരിക്കുമ്പോൾ ഒരിത്തിരി ഉയർത്തിയാണ് നമ്മുടെ കാല് വെക്കുന്നത് എന്നതിൽ ഒരിത്തിരി തൈ സപ്പോർട്ടിൻ്റെ കുറവ് തോന്നി എന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ തീർത്തും മികച്ച ഒരു ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാം. അതായത് നല്ല ഭംഗിയുള്ള സീറ്റുകളും നല്ല ഭംഗിയുള്ള ഹെഡ് റെസ്റ്റും നല്ല ബോർഡ്സിനുള്ള സീറ്റുകളൊക്കെ ഹോണ്ട സിറ്റിയുടെ പ്രത്യേകത തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്രീമിയം ലെതർ അപ്പോൾസ്റ്ററിയുടെ ഒരു കാര്യം കൂടി പറയാം. കാരണം പല മോഡലിലും ഫാബ്രിക് സീറ്റുകളാണ്. അത്യാവശ്യം കാണാനുള്ള ഭംഗി മാത്രമല്ല ആ ഒരു കംഫർട്ട് കൂടി ഓഫർ ചെയ്യുന്നുണ്ട് ഈ സീറ്റുകൾ എന്നുള്ളത് തന്നെയാണ്. സോഫ്റ്റ് ടച്ച് ഡോർ ലൈനിങ് ഉണ്ട്, ആംറസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല പിയാനോ ബ്ലാക്കിൻ്റെ ആ ഒരു അതിപ്രസരം എന്ന് പറയുന്നത് പല സ്ഥലത്തും കാണാം. AC വെൻ്റുകളൊക്കെ പ്രത്യേകിച്ചും ഓട്ടോ ബ്രേക്ക് ഹോൾഡോട് കൂടിയ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഇൻറ്റീരിയറിൻ്റെ കാര്യമാണ്. ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 17.7 സെൻറ്റിമീറ്റർ 7 ഇഞ്ച് HD ഫുൾ കളർ TFT മീറ്റർ കൺസോൾ ഹോണ്ട സിറ്റിയുടെ പ്രത്യേകതയായിട്ട് പറയാം. പിന്നെ കൺവീനിയൻസിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഇലക്ട്രിക് റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ കാര്യം ആ ഒരു HEയുടെ കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ഉണ്ട് CVTക്ക്. ഓൾ പവർ വിൻഡോ നമുക്ക് ഒറ്റ പ്രസ്സിൽ താത്താനും പൊക്കാനും പറ്റുമെന്നുള്ളത്, റിമോട്ടിൽ പറ്റുമെന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. ക്യാബിൻ ഫിൽറ്റർ ഉണ്ട്. അതുമാത്രമല്ല എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിന് ആ ഒരു ടച്ച് സെൻസർ ബേസ്ഡ് സ്മാർട്ട് കീ ആക്സസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. വാക്കവേ ഓട്ടോലോക്ക് ഉണ്ട്, ഇലുമിനേറ്ററാണ്, കാർഗോ റൂം എന്നുള്ളതാണ്. അത് മാത്രമല്ല വയർലെസ് ചാർജർ പോലുള്ള കാര്യങ്ങളും ഈ ഒരു ഹോണ്ട സിറ്റിക്കകത്ത് ഉണ്ട് എന്നുള്ള കാര്യമായിട്ട് പറയാം. പ്രധാനമായും 2 മോഡലുകളാണല്ലോ ഹോണ്ട സിറ്റിക്കുള്ളത്. മോഡലുകളാണ്, അല്ലാണ്ട് വേരിയൻസ് അല്ല. ഇപ്പോൾ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ മോഡലിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 121 PS ആണ്. കൂടാതെ 145 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട്. 17.8 കിലോമീറ്റർ പെർ ലിറ്ററാണ് മാനുവൽ മോഡലിന് ഹോണ്ട സിറ്റിക്ക് ഹോണ്ട വാഗ്ദാനം ചെയ്യുന്ന ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. അതുപോലെ 18.4 കിലോമീറ്റർ പെർ ലിറ്ററാണ് CV ട്രാൻസ്മിഷന് ആ ഒരു മൈലേജായിട്ട് പറയുന്നത് ഓട്ടോമാറ്റിക്കിന്. അപ്പോൾ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് നമുക്ക് ഹോണ്ട സിറ്റിയെ പറയാവുന്നതാണ്. തൽക്കാലം ഇത്രേ പറയുള്ളൂ. 5ാം ജനറേഷൻ ഹോണ്ട സിറ്റിക്ക് പുതിയൊരു ഫേസ് ലിഫ്റ്റ് വന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ കാര്യം. അപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവുമായിട്ട് വരാമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.